നമസ്കാരം. ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾക്ക് എന്തും വാർത്തയാണ്. ആരെങ്കിലും ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അറിയപ്പെടുന്ന ഒരു നേതാവിനെ അപമാനിച്ചാൽ പോലും അത് വാർത്തയാണ്. സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തോളും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരൊക്കെയോ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഗോസിപ്പുകൾ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചാനലുകളും പത്രങ്ങളും ഏറ്റെടുത്ത് ദിവസങ്ങളോളം അന്തിച്ചർച്ച നടത്തി. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പായിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പണം മാധ്യമങ്ങൾക്ക് കൊടുത്തുകൊണ്ട് തൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ അഭിമുഖ തട്ടിപ്പ് വരെ നടത്തുകയാണ്. എല്ലാം വാർത്തയാണ്. പക്ഷേ അതിനിടയിലും സൗകര്യപൂർവ്വം ചില യഥാർത്ഥ വാർത്തകൾ മാധ്യമങ്ങൾ തമസ്കരിക്കുന്നു. എന്നെ ഈ കേൾക്കുന്നവരിൽ കോട്ടയം ജില്ലയിൽ പത്രം വായിക്കുന്നവരൊഴികെ ആരും കേട്ടിട്ടില്ലാത്തൊരു വാർത്തയാണ്, ഒരു ഭയപ്പെടുത്തുന്ന വാർത്തയാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത്. കോട്ടയത്തെ പത്രങ്ങളുടെ പ്രാദേശിക പേജിൽ വന്ന ഈ വാർത്ത ഒരാൾ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നതുകൊണ്ടാണ് ഞാനും ഈ വാർത്ത അറിയുന്നത്. ലോകം മുഴുവൻ ഈ വാർത്ത അറിയണം, വേദനയോടുകൂടി ഇത് പങ്കുവയ്ക്കണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. 14 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു മഹാദുരന്തത്തിൻ്റെ ക്ലൈമാക്സ് ആയിരുന്നു ഇപ്പോൾ സംഭവിച്ചത്. ആ ദുരന്തത്തിന് ഇരയായവരുടെ വീട്ടുകാർ നടത്തിയ നിയമപോരാട്ടം ഒടുവിൽ പൂർത്തിയായപ്പോൾ അവർ പ്രതീക്ഷിച്ച ഫലം കിട്ടാതെ പോയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവന് എത്രമാത്രം വിലയുണ്ടെന്നും ജീവൻ പൊലിഞ്ഞു കഴിഞ്ഞാൽ നടത്തുന്ന നിയമപോരാട്ടങ്ങൾ എത്ര കാലം നീളുമെന്നും ഒടുവിൽ നീതി ലഭിച്ചെന്നോ ലഭിച്ചില്ലെന്നോ പറയാൻ കഴിയാത്ത വിധത്തിൽ ക്ലൈമാക്സിലെത്തി അവസാനിക്കുമെന്നും ഉള്ളതിൻ്റെ തെളിവ് മാത്രമല്ല, മനുഷ്യരായി പിറന്ന ചില നീചജന്മങ്ങൾ ഏതറ്റം വരെ അധപ്പതിക്കും എന്നതിന് തെളിവുമാണ് ഈ സംഭവ കഥ. 14 വർഷം മുമ്പ് 2012 മാർച്ച് മാസം 16-നാണ് ഈ ദുരന്ത കഥയുടെ തുടക്കം. വൈക്കത്തൊരു പെട്രോൾ പമ്പിൽ താൻ ഓടിക്കുന്ന പ്രിയദർശിനി എന്ന ബസ്സിന് ഡീസൽ അടിക്കാൻ എത്തിയതായിരുന്നു നോബിൾ എന്ന ചെമ്പ് സ്വദേശിയായ ഡ്രൈവർ. ഡീസൽ അടിച്ചതിന് ശേഷം ബസ് പിറകോട്ടടിച്ചപ്പോൾ അവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടി എത്തിയിരുന്ന അബ്ദുൾ അസീസ് എന്ന ഒരാളുടെ ബൈക്കിൽ ഈ ബസ്സിൻ്റെ പിറകുവശം മുട്ടുന്നു. അബ്ദുൾ അസീസിനൊന്നും സംഭവിച്ചില്ല, ബൈക്കിനും ഒന്നും സംഭവിച്ചില്ല. പക്ഷെ മുട്ടി എന്നതൊരു യാഥാർത്ഥ്യമാണ്. പ്രകോപിതനായ അബ്ദുൾ അസീസ് ആ പെട്രോൾ പമ്പിലിട്ട് നോബിളിനെ ക്രൂരമായി മർദ്ദിക്കുന്നു. ബസ് ഓടിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവേണ്ടതിനാൽ നോബിൾ പ്രതികരിക്കാതെ തിരിച്ചു പോരുന്നു. സ്വാഭാവികമായും ചെറുപ്പക്കാരനായ നോബിൾ പ്രതിരോധിച്ചു കാണും. ബസ് ഓടിച്ച് കിട്ടുന്ന കൂലി കൊണ്ട് തന്നെ കുടുംബം നോക്കേണ്ടതുകൊണ്ട് അധികം മുടക്കൊന്നും നിൽക്കാതെ ബസ്സുമായി നോബിൾ മടങ്ങുന്നു. പക്ഷെ അബ്ദുൾ അസീസിന്റെ പക അവിടെ തീർന്നില്ല. പിറ്റേ ദിവസം അബ്ദുൾ അസീസ് തൻ്റെ മക്കളായ ഷമീറിനെയും സിനാജിനെയും ബന്ധുക്കളായ സുധീറിനെയും ഷാജിയെയും അടക്കം ഒരു സംഘത്തെ കൂട്ടിയെത്തി ബസ് വഴിയിൽ തടയുന്നു. ട്രിപ്പ് മുടക്കി നോബിളിനെ അതിക്രൂരമായി വീണ്ടും മർദ്ദിക്കുന്നു. പരിക്കേറ്റ നോബിൾ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിക്കുന്നു. നോബിളും സഹോദരൻ നോയലും ആശുപത്രിയിൽ കഴിയുമ്പോൾ അബ്ദുൾ അസീസും സംഘവും അവിടെ എത്തി വീണ്ടും വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിക്കുന്നു. ജീവനിൽ ഭയന്ന് നോബിളും നോയലും ഓടിയൊളിക്കുകയാണ്. സ്വന്തം വീട്ടിൽ രക്ഷയില്ലാത്തതുകൊണ്ട് മുറിഞ്ഞപുഴയിലുള്ള ഒരു ബന്ധുവീട്ടിൽ അഭയം തേടുന്നു. പക്ഷെ അബ്ദുൾ അസീസും മക്കളും ബന്ധുക്കളും അടങ്ങുന്ന ഗുണ്ടാ സംഘം അവിടേക്കും ആയുധങ്ങളുമായി ഇരച്ചെത്തി. അവിടെയിട്ടും അവരെ ക്രൂരമായി മർദ്ദിച്ചു. ജീവൻ പോകുമെന്ന് ഭയന്ന് ഇരുവരും ഇറങ്ങി ഓടി ചാടിയത് മുറിഞ്ഞപുഴ ആറ്റിലേക്കാണ്. ആറ്റിലേക്ക് ഓടിച്ചാടിയ ഇവരുടെ പിന്നാലെ അബ്ദുൾ അസീസും സംഘവും എത്തുന്നു. പുഴ നീന്തി കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി 200 മീറ്ററോളം വീതിയുള്ള പുഴ നീന്തിക്കടക്കുക പ്രയാസമാണെന്ന്. വെള്ളത്തിൽ മുങ്ങിത്താഴാതിരിക്കാൻ ഇരുവരും തിരിച്ചു നീന്തുന്നു. പക്ഷേ ഇവർ കരയ്ക്കടുക്കാതിരിക്കാൻ അബ്ദുൾ അസീസും മക്കളും ബന്ധുക്കളും ഇക്കരെ നിന്ന് കല്ല് പിറക്കി തുരുതുരെറിയുന്നു. കല്ലേറേറ്റ് അവശരാകുന്നു ഇരുവരും. ഒടുവിൽ മറ്റൊരു നിവൃത്തിയുമില്ലാതെ മരിക്കാതിരിക്കാൻ തിരിച്ചു നീന്തുന്നു. ആ നീന്തലിൽ നോബിളിൻ്റെ സഹോദരൻ നോയലിനെ ഇക്കരെ പറ്റാൻ കഴിയുന്നില്ല, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു. നോയലിൻ്റെ നഷ്ടപ്പെട്ടു പോയ ജീവന് വേണ്ടി സഹോദരൻ നോബിളും കുടുംബാംഗങ്ങളും നിയമപോരാട്ടം നടത്തുന്നു. നീണ്ട 14 വർഷം വേണ്ടി വന്നു ആ കേസിൽ പരിസമാപ്തിയാവാൻ. സ്വാധീനമുള്ള അബ്ദുൾ അസീസും മക്കളും ബന്ധുക്കളും പോലീസിനെ സ്വാധീനിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ഒടുവിൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് കേസിന്റെ വിചാരണ പൂർത്തിയായി. കഴിഞ്ഞ ദിവസം കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി പ്രതികൾക്ക് ശിക്ഷ വിധിക്കുമ്പോൾ അബ്ദുൾ അസീസും 2 മക്കളും 2 ബന്ധുക്കളും അടക്കം 5 പേർക്ക് 7 വർഷം മാത്രം തടവ് വിധിക്കുന്നു.
നോയൽ മരിച്ചത് ഇവരുടെ കല്ലേറ് കൊണ്ടോ മർദ്ദനം കൊണ്ടോ ആണ് എന്ന് തെളിയിക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ് കൊലപാതക കുറ്റം തെളിയാതിരുന്നതും അവർ ശിക്ഷിക്കപ്പെടാതെ പോയതും. 14 വർഷം നീണ്ട നിയമപോരാട്ടം വൃഥാവിലായതിന് തുല്യമായി വേണം ഈ ശിക്ഷാവിധിയെ കാണാൻ. വീണ്ടും ആവർത്തിക്കട്ടെ, കോടതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കൊലപാതകം നടന്നാൽ അത് കൊലപാതകമാണെന്ന് സംശയലേശമന്യേ തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷന്റെ ചുമതലയാണ്. അബ്ദുൽ അസീസിനും കുടുംബത്തിനും സ്വാധീനമുണ്ടായിരുന്നതുകൊണ്ട് ഒരു പാവപ്പെട്ട സ്വകാര്യ ബസ്സിലെ ഡ്രൈവറുടെ കുടുംബത്തിന് പോലീസും രാഷ്ട്രീയക്കാരും നീതി നിഷേധിച്ചു. തെളിവുകൾ വേണ്ടതുപോലെ ശേഖരിക്കാനോ കൊലപാതകമാണ് എന്ന് വാദിച്ച് തെളിയിക്കാനോ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. എന്നിട്ടും കോടതി നോയലിന്റെ ജീവനെടുത്ത നീചന്മാർക്ക് 7 വർഷം വീതം തടവ് വിധിക്കുകയായിരുന്നു. പ്രതി ചേർക്കപ്പെട്ട അനേകം പേരെ വെറുതെ വിട്ടു. കൂറുമാറിയവരുടെ മേൽ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. 7 വർഷം തടവെന്ന് പറഞ്ഞാൽ പരോളും ജാമ്യവുമൊക്കെയായി അതങ്ങ് തീരും. ഈ 14 വർഷത്തിനിടയിൽ ഈ നരാധമന്മാർ ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ജാമ്യത്തിൽ. അവർ ജയിലിൽ കഴിഞ്ഞ കാലം ഇളവ് ചെയ്താൽ ഇനി ജയിലിൽ കഴിയേണ്ടി വരുന്നത് കുറച്ചു നാളുകൾ മാത്രമാവും. അതിനിടയിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ അവർക്ക് പരോളും ജാമ്യവുമൊക്കെ ധാരാളമായി കിട്ടും. മാത്രമല്ല 14 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഈ കേസിൻ്റെ പല തെളിവുകളും കാലഹരണപ്പെട്ടുപോയി. ഒരുപക്ഷെ ഹൈക്കോടതിയിൽ പോയി ശിക്ഷയ്ക്ക് സ്റ്റേ വാങ്ങാനും ഈ കൊടും ക്രിമിനലുകൾ കയ്യും വീശി നാട്ടിലൂടെ നടക്കാനും കാരണമായെന്ന് വരാം. നിസ്സാരമായൊരു വിഷയത്തിൻ്റെ പുറത്ത് പക വീട്ടുന്നതിന് വേണ്ടി പിന്നാലെ നടന്ന് ഉപദ്രവിക്കുക, മർദ്ദിക്കുക, മർദ്ദിച്ചിട്ടും കൊതി തീരാതെ ആയുധങ്ങളുമായി ആക്രമിക്കാൻ ചെല്ലുക, പ്രാണരക്ഷാർത്ഥം ആറ്റിലേക്ക് ചാടിയവരെ കല്ലെറിഞ്ഞു വീഴ്ത്തുക എന്നതൊക്കെ മനസാക്ഷിയുള്ള ആർക്ക് സാധിക്കുന്നതാണ്. ഇത്തരം നീചജന്മങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടേ എന്നത് തന്നെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഇത്തരം സംഭവങ്ങളൊന്നും വാർത്തയല്ല എന്നതും ഭയപ്പെടുത്തുന്നത് തന്നെ.